സർവശക്തനിൽ ഞാൻ ആനന്ദിക്കും, അത്യുന്നതനിൽ ഞാൻ ആഹ്ലാദിക്കും. ദൈവത്തിൻ്റെ നേരെ മുഖമുയർത്തും, അവിടുത്തെ നാമം എന്നും വാഴ്ത്തിടും. സർവശക്തനിൽ ഞാൻ ആനന്ദിക്കും, അത്യുന്നതനിൽ ഞാൻ ആഹ്ലാദിക്കും. ദൈവത്തിൻ്റെ നേരെ മുഖമുയർത്തും, അവിടുത്തെ നാമം എന്നും വാഴ്ത്തിടും. ഈശോയിൽ സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, ഈ വചന ശുശ്രൂഷയിലേക്ക് പ്രാർത്ഥനാപൂർവ്വം നമുക്ക് പ്രവേശിക്കാം. നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, ഈ തിരുവചന ശുശ്രൂഷയിലൂടെ അങ്ങ് തന്നെ ഞങ്ങളെ നയിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈശോയെ, ഞങ്ങളുടെ പരിശുദ്ധാത്മാവിനെ ഞങ്ങളുടെ മേൽ അയക്കണമേ. പരിശുദ്ധാത്മാവെ, ഞങ്ങളിൽ വന്ന് നിറയണമേ. ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ, ശക്തിപ്പെടുത്തണമേ, അഭിഷേകം ചെയ്യണമേ. ഈശോയുടെ വചനത്തെ ഗാഢമായി ധ്യാനിക്കാനും ആ വചനത്തിൻ്റെ അഭിഷേകത്തിൽ ജീവിക്കാനും ഞങ്ങൾക്ക് കൃപയും ശക്തിയും തരണമേ. പരിശുദ്ധ അമ്മേ, സകല വിശുദ്ധരെ, മാലാഖമാരെ, ഈ സമയം ഞങ്ങൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണമേ. ആമേൻ. ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, യോഹന്നാൻ്റെ സുവിശേഷത്തിൽ ആവർത്തിച്ച് നമ്മൾ കേൾക്കുന്ന ഒരു വചനമുണ്ട്. സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. ഈശോയുടെ പഠനങ്ങളെ പറ്റി നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഈശോ നടത്തുന്ന ചില പഠനങ്ങളിൽ വളരെ പ്രധാനപ്പെട്ടതും വളരെ പ്രമുഖമായതും തന്നെ കേൾക്കുന്ന എല്ലാ വിശ്വാസികളും ശ്രോതാക്കളും ഗൗരവത്തിലെടുക്കണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നതുമായ ദൈവവചനങ്ങളോട് ചേർന്ന് ഈശോ ഉപയോഗിക്കുന്ന ഒരു പ്രബോധന രീതിയാണ് സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു എന്ന് പറയുന്ന വചനങ്ങൾ. നമ്മുടെ യോഹന്നാൻ്റെ സുവിശേഷത്തിലാണ് ഏറ്റവും കൂടുതൽ തവണ ഐ ആം സ്റ്റേറ്റ്മെൻറ്റ്സ്, ഞാൻ നിങ്ങളോട് പറയുന്നു, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു എന്ന രീതിയിലുള്ള പ്രബോധനങ്ങൾ നമ്മൾ പരിചയപ്പെടുന്നത്. പ്രിയപ്പെട്ടവരെ, ഈശോയെ പിതാവായ ദൈവം ലോകത്തിലേക്ക് അയച്ചത് പിതാവായ ദൈവത്തിൻ്റെ സന്ദേശം, രക്ഷയുടെ സന്ദേശം, സൗജന്യ രക്ഷയുടെ പാപമോചനത്തിൻ്റെ സന്ദേശം ഈ ലോകത്തിന് പങ്കുവച്ച് ഈ ലോകത്തിൽ ജീവിക്കുന്ന പാപത്തിന് അടിമകളായിപ്പോയ സർവ്വമനുഷ്യരെയും രക്ഷപ്പെടുത്തി അനുതാപത്തിലൂടെ, മാനസാന്തരത്തിലൂടെ പിതാവായ ദൈവത്തിങ്കലേക്ക് തിരിച്ചു നടത്തി അവർക്ക് നിത്യജീവൻ നൽകുന്നതിന് വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് ഈശോ ഈ ലോകത്തിലേക്ക് കടന്നു വന്നപ്പോൾ ഈശോ പിതാവായ ദൈവം ചെയ്തിരുന്ന അതേ കാര്യം ഈ ഭൂമിയിൽ ചെയ്യാൻ ആരംഭിച്ചു. ദൈവം ഇസ്രായേൽ ജനത്തെ സമീപിച്ചപ്പോഴെല്ലാം അവരോട് ദൈവവചനത്തിലൂടെ സംസാരിക്കുന്നുണ്ട്. ദൈവം മോശയിലൂടെ 10 കൽപ്പനകൾ ഇസ്രായേൽ ജനത്തിന് നൽകുന്നുണ്ട്. ഈ 10 കൽപ്പനകൾ ദൈവത്തിൻ്റെ സന്ദേശങ്ങളാണ്. ഈ 10 കൽപ്പനകൾ ഇസ്രായേൽക്കാരുടെ ജീവിത ശൈലിയായി മാറണമെന്ന് ദൈവം ആഗ്രഹിച്ചിട്ടുണ്ട്. ഈ ദൈവവചനത്തിൻ്റെ വ്യാഖ്യാനവും പ്രബോധനവും പ്രവചനങ്ങളുമാണ് പഴയ നിയമത്തിൽ ഉൽപ്പത്തി പുസ്തകം മുതൽ മലാക്കി പ്രവാചകൻ്റെ പുസ്തകം വരെയും നമ്മൾ കാണുന്നത്. ഈ 10 പ്രമാണങ്ങളിൽ നിന്ന് ഇസ്രായേൽ ജനം എപ്പോഴൊക്കെ വ്യതിചലിച്ച് പാപത്തിൽ വീണുപോകുന്നു അപ്പോഴെല്ലാം അവരെ ഈ 10 പ്രമാണങ്ങളിലേക്ക് തിരിച്ചു കൊണ്ടുവന്ന് അതിൻ്റെ പ്രബോധനം കൊടുത്ത് രക്ഷയിലേക്ക് തിരിച്ചു നടത്താനാണ് ദൈവമായ യഹോവ
പ്രവാചകന്മാരെ അയച്ച് അവരെ പഠിപ്പിക്കുന്നത്, ശാസിക്കുന്നത്, അവരോട് ദൈവത്തിൻ്റെ വചനം പ്രസംഗിക്കുന്നത്, പ്രവചിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഈ ശൈലി തന്നെയാണ് ഈശോ തൻ്റെ പരസ്യ ജീവിതകാലത്ത് ഉടനീളം എടുക്കുന്നത്. അതുകൊണ്ടാണല്ലോ ഈശോ തൻ്റെ പ്രബോധനം ആരംഭിക്കുന്നത് ഇപ്രകാരമാണ്: സമയം സമാഗതമായി, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, അനുതപിച്ച് സുവിശേഷത്തിൽ വിശ്വസിക്കുവിൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് കർത്താവ് തൻ്റെ പ്രബോധനം ആരംഭിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഈശോ തൻ്റെ ജീവിതത്തിൻ്റെ ഉടനീളം ദൈവരാജ്യത്തെക്കുറിച്ചുള്ള, സ്വർഗരാജ്യത്തെക്കുറിച്ചുള്ള, സ്വർഗത്തിലേക്ക് പ്രവേശിക്കാനുള്ള, നിത്യതയിലേക്ക് കടന്നു പോകാനുള്ള മർമ്മപ്രധാനമായിട്ടുള്ള ചില പഠനങ്ങൾ, പ്രബോധനങ്ങൾ നടത്തുന്നുണ്ട്. ഈ പ്രബോധനങ്ങളാണ് യോഹന്നാൻ സുവിശേഷകൻ തൻ്റെ സുവിശേഷത്തിൽ ചില ഇടങ്ങളിൽ 7 തവണയായിട്ട് സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞുകൊണ്ട് എഴുതി വച്ചിരിക്കുന്നത്. ഈ 7 പ്രബോധനങ്ങളെ നമ്മൾ പെട്ടെന്ന് തന്നെ ഒന്ന് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുകയാണ്. ഈശോ ഈ വചനങ്ങൾ പഠിപ്പിക്കുന്ന സമയത്ത് ഈ വചനങ്ങൾ വായിക്കുന്ന വ്യക്തികൾ ദൈവമായ പിതാവായ ദൈവത്തെ, യഹോവയെ ഓർക്കണം എന്നുള്ളത് കൊണ്ടാണ് പുറപ്പാട് പുസ്തകം 3-ാമത്തെ അധ്യായം 14-ാമത്തെ വചനം ഉദ്ധരിച്ചുകൊണ്ട് കർത്താവ് അതിൻ്റെ ഒരു ചുവട് പിടിച്ചിട്ടാണ് ഈ പ്രബോധനം നടത്തുന്നത്. എന്താണ് പുറപ്പാട് പുസ്തകം 3-ാമത്തെ അധ്യായം 14-ാമത്തെ വചനത്തിൻ്റെ ഉള്ളടക്കം? മോശ യഹോവയോട് ചോദിക്കുന്നു, നിൻ്റെ പേരെന്താണ്? അപ്പോൾ ഒരു അശരീരി ഉണ്ടാവുകയാണ്, ഞാൻ തന്നെയാകുന്നു, അയാം. അപ്പോൾ എൻ്റെ പേരെന്താണ്? അയാം, ഞാൻ തന്നെയാകുന്നു എന്ന് പറഞ്ഞിട്ടാണ് യഹോവ പിന്നീട് വചനം മോശയോട് പങ്കുവെക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഈ വചനത്തിൻ്റെ തുടർച്ചയാണ് ഞാൻ സത്യമായി നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞ് ഈശോ 7 തവണ നമ്മുടെ നിത്യജീവിതത്തിൻ്റെ മർമ്മപ്രധാനമായിട്ടുള്ള പ്രബോധനങ്ങൾ നമുക്ക് നൽകുന്നത്. 1-ാമത്തെ പ്രബോധനം നമ്മൾ കാണുന്നത് യോഹന്നാൻ്റെ സുവിശേഷം 6-ാമത്തെ അധ്യായത്തിലാണ്. ഈ 6-ാമത്തെ അധ്യായത്തിൽ ഈശോ ചെയ്യുന്നത് എന്താണ്? വിശന്ന് വലഞ്ഞിരിക്കുന്ന ആയിരക്കണക്കിന് മനുഷ്യർ ഈശോയുടെ മുമ്പിൽ ഇരിക്കുകയാണ്. അവിടെ പറയുന്നു 5000-ഓളം പുരുഷന്മാർ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും സ്ത്രീകളും മറ്റു കുട്ടികളും ഒരു കുടുംബം മുഴുവനും അവിടെയുണ്ട്. അപ്പോൾ ആയിരക്കണക്കിന് മനുഷ്യർ ഈശോയുടെ വചനം കേൾക്കാനും വചനം പഠിക്കാനും പ്രാർത്ഥിക്കാനും അത്ഭുതങ്ങളും അടയാളങ്ങളും സ്വീകരിച്ച് ധന്യരാകാനും വേണ്ടി മൈതാനങ്ങളിൽ സമ്മേളിച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ വചനം കേൾക്കാൻ വേണ്ടി സമ്മേളിച്ചിരിക്കുന്ന ഈ ജനത്തിന് ഈശോയുടെ വചനം കേട്ട് മണിക്കൂറുകൾ കഴിഞ്ഞുപോയി എന്നുള്ള തിരിച്ചറിവ് കർത്താവിന് തന്നെ ഉണ്ടായപ്പോൾ അവിടുന്ന് ശിഷ്യന്മാരോട് പറയുകയാണ്, നിങ്ങൾ ഇവർക്ക് ഭക്ഷണവും വെള്ളവും കൊടുക്കുവിൻ. അവരുടെ കൈവശം കാര്യമായിട്ട് ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. പ്രിയപ്പെട്ടവരെ, അവിടെ ഉണ്ടായിരുന്ന ഒരു വ്യക്തിയുടെ കയ്യിൽ നിന്ന്, ഒരു ബാലൻ്റെ കയ്യിൽ നിന്ന് 5 അപ്പവും 2 മീനും അവർ ശേഖരിച്ച് കർത്താവിൻ്റെ മുമ്പിലേക്ക് സമർപ്പിച്ചു. ഈശോ ഈ അപ്പവും മീനും ആശീർവദിച്ച് വിളമ്പാനായി കൊടുത്തു. വേണ്ടുന്നിടത്തോളം തൃപ്തനാകുവോളം എല്ലാവരും ഭക്ഷിച്ചു കഴിഞ്ഞു. പക്ഷെ അത് കഴിഞ്ഞപ്പോൾ ജനത്തിൻ്റെ രീതി മാറി. ജനം ഈശോയുടെ പിറകെ കൂടുകയാണ്. എന്തിനാണ് അവർ കൂടുന്നത്? വിശക്കുന്നവന് അപ്പം തരുന്ന ഒരു പ്രവാചകൻ ഇതാ ഞങ്ങളുടെ ഇടയിൽ വന്നിരിക്കുന്നു. വിശക്കുന്നവന് അപ്പം തരുന്ന ഒരു പ്രവാചകൻ ഇതാ ഞങ്ങളുടെ ഇടയിൽ വന്നിരിക്കുന്നു എന്ന് അവർ മനസ്സിലാക്കി. എന്നിട്ട് ഈ ജനം മുഴുവനും ഈശോയുടെ പിന്നാലെ നടക്കാൻ തുടങ്ങി. കാരണം വീട്ടിൽ ഭക്ഷണവും ഒന്നും പാകം ചെയ്യേണ്ട കാര്യമില്ല. എപ്പോഴൊക്കെ ആവശ്യമുണ്ടോ അപ്പോഴെല്ലാം അന്നത്തെ പ്രധാനപ്പെട്ട വിഭവമായിട്ടുള്ള അപ്പവും മീനും തരുന്ന ഒരു പ്രവാചകൻ ഞങ്ങളുടെ ഇടയിൽ ഉദയം ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞ് ഈ ജനം മുഴുവനും ഈശോയുടെ പിന്നാലെ കൂടാൻ വേണ്ടി തുടങ്ങി. ഈശോ എവിടെയൊക്കെ പോകുന്നു അവിടെയെല്ലാം ഈ ജനം പുറകെ നടക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, അപ്പോൾ ഈശോ അവരെ പഠിപ്പിക്കാൻ തുടങ്ങി.
നിങ്ങൾ കഴിച്ച ഭക്ഷണം നശ്വരമായിട്ടുള്ള അപ്പമാണ് നിങ്ങൾ കഴിച്ചിരിക്കുന്നത്. എന്നാൽ ഞാൻ തരുന്ന അപ്പം നിത്യജീവൻ്റെ അപ്പമാണ്. നിത്യജീവൻ്റെ അപ്പമാണ് ഞാൻ നിങ്ങൾക്ക് തരുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഈശോ അവരെ പഠിപ്പിക്കാൻ തുടങ്ങി. ഈശോ എന്താണ് അവരെ പഠിപ്പിക്കുന്നത്? യോഹന്നാൻ്റെ സുവിശേഷം 6-ാമത്തെ അധ്യായം 35-ാമത്തെ തിരുവചനത്തിൽ നമ്മളത് വായിക്കുന്നു. യോഹന്നാൻ്റെ സുവിശേഷം 6-ാമത്തെ അധ്യായം 35-ാമത്തെ തിരുവചനത്തിൽ നമ്മൾ ആ വചനം വായിക്കുകയാണ്. യേശു അവരോട് പറഞ്ഞു, ഞാനാണ് ജീവൻ്റെ അപ്പം. എൻ്റെ അടുത്ത് വരുന്നവന് ഒരിക്കലും വിശക്കുകയില്ല. എന്നിൽ വിശ്വസിക്കുന്നവന് ദാഹിക്കുകയും ഇല്ല. ഈശോ അവരോട് പറയുകയാണ്, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ഞാനാണ് ജീവൻ്റെ അപ്പം. ഈ തിരുവചനം തന്നെ 43-ാമത്തെ വചനത്തിലും ആവർത്തിക്കുന്നുണ്ട്, 48-ാമത്തെ വചനത്തിൽ ആവർത്തിക്കുന്നുണ്ട്, 51-ാമത്തെ വചനത്തിലും നമ്മളത് കാണുന്നുണ്ട്. ഈശോ പറയുകയാണ്, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ഞാൻ ജീവൻ്റെ അപ്പമാണ്. ഞാൻ ജീവൻ്റെ അപ്പമാണ് എന്ന് ഈശോ അവരോട് പറയുന്നതിലൂടെ കർത്താവ് അവരെ വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു പ്രബോധനത്തിലേക്ക് നയിക്കുകയാണ്. നിങ്ങൾ മരുഭൂമിയിൽ വെച്ച് മന്ന ഭക്ഷിച്ചവരാണ്. നിങ്ങളുടെ പിതാക്കന്മാർ മരുഭൂമിയിൽ അപ്പം ഭക്ഷിച്ചവരാണ്. നിങ്ങൾ മരുഭൂമിയിൽ വെച്ച് നിങ്ങളുടെ പിതാക്കന്മാർ ഭക്ഷിച്ച അപ്പമല്ല ഞാൻ നിങ്ങൾക്ക് നൽകുന്ന അപ്പം. പഴയ നിയമത്തിലെ അപ്പമല്ല പുതിയ നിയമത്തിലെ അപ്പം. പഴയ നിയമത്തിൽ നിങ്ങൾക്ക് നൽകപ്പെട്ടിരിക്കുന്ന അപ്പം നിങ്ങൾ ഭക്ഷിക്കുന്നു, നിങ്ങളുടെ വിശപ്പ് മാറുന്നു. എന്നാൽ ഞാൻ നിങ്ങൾക്ക് തരുന്ന അപ്പം ഭക്ഷിക്കുന്നതിലൂടെ നിങ്ങളുടെ ആത്മീയമായിട്ടുള്ള വിശപ്പ് അവസാനിക്കുമെന്ന് പറഞ്ഞ് ഈശോ ആത്മാവിൻ്റെ ഭക്ഷണത്തെക്കുറിച്ച് ശിഷ്യന്മാരെ പഠിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈശോയുടെ മർമ്മപ്രധാനമായിട്ടുള്ള ഒരു പ്രബോധനം നമ്മളിവിടെ പരിചയപ്പെടുകയാണ്. അതായത് നമ്മളിൽ പലരും ഈശോയെ അനുഗമിക്കുന്നതിൻ്റെ പിന്നിൽ നമുക്ക് ബാഹ്യമായിട്ടുള്ള പലവിധത്തിലുള്ള ആഗ്രഹങ്ങളും താല്പര്യങ്ങളുമുണ്ട്. നമ്മുടെ പ്രാർത്ഥനകളൊക്കെ തന്നെ ഒന്ന് പരിശോധിക്കുക. നമ്മുടെ പ്രാർത്ഥനകളിൽ ഏറിയ പങ്ക് പ്രാർത്ഥനകളും യാചനാ പ്രാർത്ഥനകളാണ്. നമ്മളെപ്പോഴും ഈ ഭൂമിയിലെ ആവശ്യങ്ങളാണ് ദൈവസന്നിധിയിൽ പ്രാർത്ഥനകളായിട്ട് സമർപ്പിക്കുന്നത്. നമ്മുടെ വിശപ്പ് അടക്കുന്ന, നമ്മുടെ ദാഹം മാറ്റുന്ന, ശരീരത്തിൻ്റെ ആവശ്യങ്ങൾക്ക് അവസാനമുണ്ടാക്കുന്ന, ശമനമുണ്ടാക്കുന്ന ആവശ്യങ്ങളാണ് നമ്മളെല്ലാം തന്നെ പ്രാർത്ഥനകളായി ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്നത്. എന്നാൽ ഈശോ ഇവിടെ നമ്മളെ പഠിപ്പിക്കുകയാണ്, ശരീരത്തിൻ്റെ ഭക്ഷണമല്ല ഞാൻ നിങ്ങൾക്ക് തരുന്ന ഈ അപ്പം. ശാരീരികമായിട്ട് നിങ്ങളുടെ വിശപ്പ് അടക്കാനല്ല ഞാൻ ഈ ഭൂമിയിലേക്ക് വന്നിരിക്കുന്നത്. ഞാൻ ഈ ഭൂമിയിലേക്ക് വന്നിരിക്കുന്നത് നിങ്ങളുടെ ആത്മാവിൻ്റെ വിശപ്പ് അടക്കാൻ വേണ്ടിയിട്ടാണ്. ആത്മീയ ജീവൻ നിങ്ങൾക്ക് തരാൻ വേണ്ടിയിട്ടാണ്, ആത്മീയ ജീവൻ നിലനിർത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഭൂമിയിലേക്ക് വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞ കർത്താവ് അവരുടെ ആത്മീയ വിശപ്പിനുള്ള പരിഹാരമായിട്ട് ജീവൻ്റെ അപ്പത്തെപ്പറ്റി അവരോട് സംസാരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, വിശുദ്ധ കുർബാനയെക്കുറിച്ചുള്ള വലിയൊരു പഠനമാണ് നമുക്കിവിടെ കിട്ടുന്നത്. ഈശോ പറയുന്നു, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ഞാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നിരിക്കുന്ന ജീവൻ്റെ അപ്പമാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ആത്മീയ ജീവിതത്തിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള ഒരു പ്രബോധനമാണ് ഈശോ ഇവിടെ ആദ്യം തന്നെ നടത്തുന്നത്. നമ്മുടെ ആത്മീയ ജീവിതത്തിൽ ആത്മാവിൻ്റെ വിശപ്പിന് ഒരു പരിഹാരമുണ്ടാക്കാൻ വേണ്ടി കർത്താവ് വിശുദ്ധ കുർബാനയെക്കുറിച്ചുള്ള മർമ്മപ്രധാനമായിട്ടുള്ള ഒരു പ്രബോധനം തരികയാണ്. നമ്മുടെ ആത്മീയ ജീവിതത്തിൻ്റെ വിശപ്പ്, ആത്മാവിൻ്റെ വിശപ്പ് അവസാനിപ്പിക്കണമെങ്കിൽ വിശുദ്ധ കുർബാനയോടുള്ളൊരു ഭക്തിയിൽ, വിശുദ്ധ കുർബാനയോടുള്ള സ്നേഹത്തിൽ, വിശുദ്ധ കുർബാനയോടുള്ള പങ്കാളിത്തത്തിൽ നമ്മൾ കൂടുതലായിട്ട് വളരേണ്ടതുണ്ട്. അങ്ങനെ വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്ത് വിശുദ്ധ കുർബാന കൈക്കൊള്ളുന്നതിലൂടെ നമ്മുടെ ആത്മീയ ജീവിതത്തിൻ്റെ മർമ്മപ്രധാനമായിട്ടുള്ള ഒരു ഉറപ്പ്, ആത്മീയ ജീവിതത്തിൻ്റെ വളർച്ചയ്ക്കുള്ള ഒരു ഉറപ്പ്
നമുക്ക് സ്വന്തമാക്കാൻ സാധിക്കും എന്ന് ഈശോ ഈ തിരുവചനത്തിലൂടെ നമ്മളെ പഠിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, രണ്ടാമതായിട്ട് കർത്താവ് യോഹന്നാൻ്റെ സുവിശേഷത്തിൽ പഠിപ്പിക്കുന്ന മറ്റൊരു പ്രബോധനം യോഹന്നാൻ്റെ സുവിശേഷം 8-ാമത്തെ അധ്യായത്തിലാണ്. യോഹന്നാൻ്റെ സുവിശേഷം 8-ാമത്തെ അധ്യായം 22 മുതലുള്ള വാക്യങ്ങളിലാണ് നമ്മളത് കാണുന്നത്. ആ തിരുവചന ഭാഗം ആരംഭിക്കുന്നത് യോഹന്നാൻ്റെ സുവിശേഷം 8-ാമത്തെ അധ്യായം 12 മുതലുള്ള വാക്യങ്ങളിലാണ്. ഈശോ അവിടെ യഹൂദന്മാരോട് പറയുകയാണ്, ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണ്. സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണ് എന്ന് കർത്താവ് അവരോട് പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, ഈ സത്യപ്രബോധനത്തിലൂടെ കർത്താവ് എന്താണ് ഉദ്ദേശിക്കുന്നത്? ഇസ്രായേൽ ജനത്തെ ഈശോ ഒരു കാര്യം ഓർമ്മിപ്പിക്കുകയാണ്. അവർ ഈജിപ്തിൻ്റെ അടിമകളായിരുന്ന ഒരു കാലയളവുണ്ട്. യഹോവ അവരെ മോശയുടെ നേതൃത്വത്തിൽ, അഹ്റോൻ്റെ നേതൃത്വത്തിൽ ചെങ്കടൽ കടത്തി ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിച്ച് കാനാൻ ദേശത്തേക്കുള്ള യാത്രയിൽ മരുഭൂമിയിലൂടെ അവരെ നടത്തിക്കൊണ്ടുവരികയാണ്. വിജനമായിട്ടുള്ള മരുഭൂമി, ജീവനില്ലാത്ത മരുഭൂമി. ഈ മരുഭൂമിയിലൂടെ അവർ നടന്നു വരുമ്പോൾ പകൽ മേഘസ്തംഭമായും രാത്രിയിൽ അഗ്നിത്തൂണായും ദൈവം അവരുടെ കൂടെ നടക്കുകയാണ്. പ്രിയപ്പെട്ടവർ, ഇരുട്ടിൽ തപ്പിത്തടഞ്ഞ് നടക്കുന്ന മരുഭൂമിയിൽ നടക്കുന്ന ജനത്തിന് ഒരു ദീപശിഖ പോലെ, ഒരു അഗ്നി തൂണുപോലെ ദൈവം പ്രകാശമായി അവരുടെ മുമ്പേ അവരുടെ കൂടെ നടക്കുകയാണ്. ഈ ഒരു വിശ്വാസത്തിൻ്റെ ആചാരം എന്ന വണ്ണം ഇസ്രായേൽക്കാർ ജെറുസലം ദേവാലയം പണിതു കഴിഞ്ഞപ്പോൾ ആണ്ടിലൊരിക്കൽ അവർ കൂടാരത്തിരുന്നാൾ ആഘോഷിക്കാൻ വേണ്ടി തുടങ്ങി. ഈ കൂടാരത്തിരുന്നാളിൻ്റെ അവസരത്തിൽ ജെറുസലം ദേവാലയത്തിൽ സ്ത്രീകൾ നിൽക്കുന്ന ഒരു സ്ഥലമുണ്ട്. പുരുഷന്മാർക്ക് വേറെ സ്ഥലമുണ്ട്, സ്ത്രീകൾക്ക് മറ്റൊരു സ്ഥലമാണുള്ളത്. കച്ചവടത്തിന് വേറെ സ്ഥലമാണുള്ളത്. ഇങ്ങനെ സ്ത്രീകൾക്ക് നിൽക്കാൻ വേണ്ടിയിട്ടുള്ള സ്ഥലത്തിൻ്റെ നടുവിൽ വലിയ ഒരു ദീപശിഖ അവർ തയ്യാറാക്കും. ഈ ദീപശിഖയ്ക്ക് ചുറ്റും ഇസ്രായേൽ ജനം മുഴുവനും ഒരുമിച്ച് കൂടി ദൈവം മരുഭൂമിയിലൂടെ ഇവരെ നടത്തിക്കൊണ്ടുവന്ന രക്ഷാകരമായ അനുഭവങ്ങളെ ഓർത്ത് സങ്കീർത്തനങ്ങൾ ആലപിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു വലിയ തിരുനാൾ ആഘോഷം തന്നെ അവർക്കുണ്ടായിരുന്നു. പ്രിയപ്പെട്ടവരെ, ഈശോ ഈ തിരുനാളിൻ്റെ അവസരത്തിൽ ഈ ദീപശിഖയ്ക്കരികെ ഇരുന്നു കൊണ്ട് ജനത്തെ പഠിപ്പിക്കുകയാണ്. ഞാനാണ് ലോകത്തിൻ്റെ പ്രകാശം. സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണ്. ഈ കത്തി നിൽക്കുന്ന ദീപശിഖയല്ല, അത് ഒരു നിഴൽ മാത്രമാണ്. ഞാനാണ് യഥാർത്ഥ പ്രകാശമെന്ന് ഈശോ അവരെ പഠിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാകുന്നു എന്ന് പറഞ്ഞ് ഈ ശിഷ്യന്മാരെ ഈശോ പഠിപ്പിക്കുമ്പോൾ ഈശോ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഈശോ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം ഇതാണ്. ഇരുട്ടിൽ തപ്പിത്തടഞ്ഞു നടക്കുന്ന, വഴിയറിയാതെ വിഷമിക്കുന്ന, എങ്ങോട്ട് പോകണമെന്നറിയാതെ വിഷമിക്കുന്ന, സത്യമെന്താണെന്ന് തിരിച്ചറിയാത്ത അനേകർക്ക് സത്യത്തിൻ്റെ വഴി, യഥാർത്ഥമായിട്ടുള്ള അറിവ് നൽകി വഴിവിളക്കാണ് ഞാനെന്ന് ഈശോ അവരെ പഠിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇരുട്ടിൽ നടന്നു പോകുമ്പോൾ വഴിതെറ്റി വീഴാതിരിക്കണമെങ്കിൽ, വഴി അറിയാതെ നമ്മൾ വഴിതെറ്റി മറ്റ് വശങ്ങളിലൂടെ പോകാതിരിക്കണമെങ്കിൽ നമുക്ക് ഒരു ദീപത്തിൻ്റെ, ഒരു വെളിച്ചത്തിൻ്റെ ആവശ്യമുണ്ട്. അതുകൊണ്ടാണല്ലോ സങ്കീർത്തനങ്ങളിൽ നമ്മൾ വായിക്കുന്നത്, കർത്താവിൻ്റെ വചനം എൻ്റെ വഴിയിൽ പ്രകാശമാകുന്നു, എൻ്റെ വഴിയിൽ പാദങ്ങൾക്ക് ദീപമാണ് എന്നെഴുതിയിട്ടുണ്ടല്ലോ. നോക്കിക്കേ, എൻ്റെ വഴിയിൽ ദീപമായിട്ട് ഈശോ കടന്നു വരികയാണ്. എൻ്റെ യാത്രക്കിടയിൽ, സ്വർഗത്തിലേക്കുള്ള എൻ്റെ യാത്രക്കിടയിൽ ഞാൻ വഴിതെറ്റി വീഴാതിരിക്കാൻ, വഴിതെറ്റി പോകാതിരിക്കാൻ എൻ്റെ പാദങ്ങൾക്കരികെ ദൈവത്തിൻ്റെ വചനം, യേശുവിൻ്റെ വചനം എനിക്ക് പ്രകാശമായി തീരുകയാണ്. പ്രിയപ്പെട്ടവരെ, യോഹന്നാൻ എന്താണ് നമ്മോട് പറയുന്നത്? യേശു
നിൻ്റെ ജീവിതത്തിൻ്റെ, ആത്മീയ ജീവിതത്തിൻ്റെ സ്വർഗത്തിലേക്കുള്ള യാത്രക്കിടയിലുള്ള വഴിവിളക്കാണ്. ഈശോയാകുന്ന ഈ വഴിവിളക്കും നിൻ്റെ കൂടെ പിടിച്ച് വചനത്തിൻ്റെ അഭിഷേകത്തിലൂടെ നീ നടക്കാൻ ശ്രമിച്ചാൽ തീർച്ചയായിട്ടും നിനക്ക് വഴിതെറ്റാതെ സ്വർഗത്തിൽ എത്തിച്ചേരാൻ സാധിക്കും എന്ന് കർത്താവ് നമ്മളെ പഠിപ്പിക്കുകയാണ്. മൂന്നാമതായിട്ട് നമ്മൾ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ വായിക്കുന്ന മറ്റു പ്രധാനപ്പെട്ടൊരു കാര്യം ഈശോ പറയുന്ന ഒരു പ്രബോധനമാണ്. യോഹന്നാൻ്റെ സുവിശേഷം 10-ാമത്തെ അധ്യായത്തിലാണ് നമ്മൾ അത് കാണുന്നത്. അവിടെ ഈശോ പറയുകയാണ്, 10-ാമത്തെ അധ്യായത്തിൽ 1-ാമത്തെ വചനം തൊട്ട് നമ്മൾ വായിക്കുന്നത് ഇതാണ്: സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ആട്ടിൻ തൊഴുത്തിലേക്ക് വാതിലിലൂടെ അല്ലാതെ മറ്റു വഴിക്ക് കടക്കുന്നവൻ കള്ളനും കവർച്ചക്കാരനുമാണെന്ന് ഈശോ അവിടെ പഠിപ്പിക്കുകയാണ്. ഈശോ എന്താണ് പറയാൻ ആഗ്രഹിക്കുന്നത്? ഈശോ പറയുന്നത് ഇങ്ങനെയാണ്: ഞാനാണ് യഥാർത്ഥത്തിലുള്ള വാതിൽ എന്ന് ഈശോ അവരെ പഠിപ്പിക്കുകയാണ്. അതും യഹൂദന്മാരുടെ സംസ്കാരവുമായിട്ട് വളരെയധികം ബന്ധപ്പെട്ട ഒരു കാര്യമാണ്. അതെന്താണ്? യഹൂദന്മാരുടെ സംസ്കാരത്തിൽ ആട്ടിടയന്മാർ പകൽ സമയം ആടുകളെ വയലിൽ മേയ്ക്കാനായിട്ട് കൊണ്ടുപോകും. സായാഹ്നമാകുമ്പോൾ ഈ ആടുകളെ ഇടയന്മാർ മേച്ചിൽപ്പുറങ്ങളിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നത് ആലയിലേക്കാണ്. മിക്കവാറും ആടുകൾക്ക് വേണ്ടിയിട്ട് സജ്ജീകരിക്കപ്പെട്ടിരിക്കുന്ന സ്ഥലങ്ങൾ മിക്കവാറും ഗുഹകളാണ്. ഗുഹകളുടെ 3 വശങ്ങളിലും കല്ലുകൾ കൊണ്ട് അടച്ചതാണ്. ആലകളാണെങ്കിൽ അത് വൈക്കോലുകൾ കൊണ്ട്, പുല്ലുകൾ കൊണ്ട് മേഞ്ഞടച്ചിരിക്കുന്നതാണ്. മുൻവശത്തുള്ള ഒരു സ്ഥലം മാത്രം അടയ്ക്കാതെ തുറന്നു കിടക്കും. ഇടയൻ ഈ സ്ഥലത്ത് കാവലിരിക്കുന്നവനായിട്ട് മാറും. അപ്പോൾ ഇടയനാണ് ഒരു വാതിലായിട്ട് മാറുന്നത്. വാതിൽക്കൽ ഇടയൻ ഇരിക്കുന്നു. അവൻ രാത്രിയാകുമ്പോൾ ഈ വാതിൽ പടി പോലെ അവൻ വട്ടം കിടന്നുറങ്ങും. ഒരു വന്യമൃഗത്തിനോ ഒരു കവർച്ചക്കാരനോ ഈ ആട്ടിൻ തൊഴുത്തിലേക്ക് പ്രവേശിക്കണമെങ്കിൽ ഈ ആട്ടിടയനെ കടന്നു വേണം. ഒന്നുകിൽ ആട്ടിടയനെ കൊല്ലണം, അല്ലെങ്കിൽ അവന് ഉപദ്രവം ചെയ്തിട്ട് വേണം അകത്ത് പ്രവേശിക്കാൻ. പ്രിയപ്പെട്ടവരെ, ഈശോ എന്താണ് പറയുന്നത്? നിങ്ങളാകുന്ന ആടുകൾ, ദൈവത്തിന് സമർപ്പിക്കപ്പെടേണ്ട വ്യക്തികൾ, യാഗമായി തീരേണ്ട വ്യക്തികൾ, ഈ ആടുകളുടെ ഒരു വാതിലായിട്ട് ഞാൻ മാറുകയാണ് എന്ന് പറഞ്ഞാൽ, എന്നെ ദ്രോഹിക്കാതെ, എന്നെ വേദനിപ്പിക്കാതെ, എന്നെ നശിപ്പിക്കാതെ ഒരുവനും നിങ്ങളുടെ അടുത്തേക്ക് വന്ന് നിങ്ങളെ നശിപ്പിക്കാൻ സാധിക്കുകയില്ല എന്ന് ഈശോ പറയുകയാണ്. ഈശോ എന്താണ് പറയുന്നത്? കള്ളനും കവർച്ചക്കാരനുമാണ് വാതിലിലൂടെ അല്ലാതെ പ്രവേശിക്കുന്നത്. വിശുദ്ധ ബൈബിളിൽ കള്ളനും കവർച്ചക്കാരനും എന്ന പ്രയോഗം പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്നത് പിശാചിനെ സൂചിപ്പിക്കാനാണ്. അതായത് നിങ്ങളുടെ ആത്മാവിനെ നശിപ്പിക്കാൻ വേണ്ടി വരുന്ന കള്ളൻ, നിങ്ങളുടെ ആത്മാവിനെ മോഷ്ടിക്കുന്ന കള്ളൻ, നിങ്ങളുടെ ആത്മാവിനെ കവർന്നെടുക്കുന്ന കള്ളൻ പിശാചാണ്. ഈ പിശാചിന് നിങ്ങളെ കവർന്നെടുക്കാൻ സാധിക്കണമെങ്കിൽ എന്നെ കൊല്ലാതെ, എന്നെ നശിപ്പിക്കാതെ, എന്നെ വേദനിപ്പിക്കാതെ ഒരിക്കലും സാധിക്കില്ല. കാരണം ഞാൻ നിങ്ങൾക്ക് സംരക്ഷണ കവചമായി നിൽക്കുന്നു എന്ന് കർത്താവ് ഈ ജനത്തെ പഠിപ്പിക്കുകയാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരീ സഹോദരന്മാരെ, നമ്മളിപ്പോൾ ധ്യാനിച്ചുകൊണ്ടിരിക്കുന്നത് യോഹന്നാൻ്റെ സുവിശേഷത്തിലെ സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു എന്ന് പറയുന്ന ദൈവവചന ഭാഗങ്ങളാണ്. ഈശോ എന്താണ് ഇന്നത്തെ തിരുവചനത്തിലൂടെ നമ്മോട് പറയാൻ ആഗ്രഹിക്കുന്നത്? ഞാൻ ജീവൻ്റെ അപ്പമാണ്. അത് നശ്വരമായ അപ്പമല്ല, ആത്മാവിന് നിത്യജീവൻ നൽകുന്ന അപ്പമാണ് ഞാൻ. ഈശോ പറഞ്ഞു, ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണ്. ഞാനാണ് ഇനി മുതൽ നിങ്ങളുടെ ജീവിതത്തിൻ്റെ വഴിവിളക്ക്. സ്വർഗത്തിലേക്കുള്ള യാത്രയിൽ ദൈവവചനമാകുന്ന, സുവിശേഷമാകുന്ന ഈ വഴിവിളക്കും കൂടെ ചേർത്ത് നടക്കാൻ ശ്രമിച്ചാൽ നിനക്ക് വഴിതെറ്റില്ല എന്ന് കർത്താവ് പഠിപ്പിക്കുന്നു. മൂന്നാമതായി ഈശോ പറയുന്നു, പിശാചിന് നിന്നെ വിട്ടുകൊടുക്കാതെ നിന്നെ സംരക്ഷിച്ച് സ്വർഗത്തോളം എത്തിക്കുന്ന ഒരു കാവലാളാണ് ഞാനെന്ന് ഈശോ നമ്മളെ പഠിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈ സത്യപ്രബോധനങ്ങളെ മനസ്സിലേക്ക് സ്വീകരിച്ച്
ഈശോയാകുന്ന നിത്യജീവൻ്റെ അപ്പത്തെ കൈക്കൊണ്ട് വചനമാകുന്ന വഴിവിളക്ക് സ്വീകരിച്ച് കർത്താവിൻ്റെ സംരക്ഷണ വലയത്തിലായിത്തീർന്ന് നമുക്ക് സ്വർഗത്തിലേക്ക് നടക്കാം. അതുവഴിയായി നിത്യജീവൻ നമുക്ക് പ്രാപിക്കാം. ഈശോ നമ്മളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ. സർവശക്തനിൽ ഞാൻ ആനന്ദിക്കും, അത്യുന്നതനിൽ ഞാൻ ആഹ്ലാദിക്കും. ദൈവത്തിൻ്റെ നേരെ മുഖമുയർത്തും, അവിടുത്തെ നാമം എന്നും വാഴ്ത്തിടും. സർവശക്തനിൽ ഞാൻ ആനന്ദിക്കും, അത്യുന്നതനിൽ ഞാൻ ആഹ്ലാദിക്കും. ദൈവത്തിൻ്റെ നേരെ മുഖമുയർത്തും, അവിടുത്തെ നാമം എന്നും വാഴ്ത്തിടും.